ആ ഗുഡ് മോർണിംഗ് സഖാക്കളെല്ലാം ഉണ്ടല്ലോ. ആ സുഖമായിരിക്കുന്നു. ഷെഫീദ് എപ്പോഴും സ്റ്റാൻഡേർഡീസ് ആയിട്ടേ നിൽക്കുള്ളൂ. പറയൂ ഷെഫീദ് റാവുത്തർ. എസ്കെൻ വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഞങ്ങളും ഈ 6ാം വാർഷികം അതുമായി ബന്ധപ്പെട്ട സന്തോഷത്തിലാണ്. നമ്മൾ വലിയ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇനിയും ആ വാർത്തകൾ തുടരും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് തിരുവനന്തപുരത്തെ നമ്മളുടെ ബ്യൂറോ ടീം. അതിൽ ഒരു മിനിയേച്ചർ മാത്രമായി നമുക്കിതിനെ കണ്ടാൽ മതി. കാരണം കൂടുതൽ ആളുകളുണ്ട്, വലിയ വാർത്താ തിരക്കുള്ളതിനാൽ അവരൊക്കെ ആ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തോടൊപ്പം ഈ യാത്രയിൽ പുതുതായി വന്നു ചേർന്ന ചിലർ കൂടിയുണ്ട്. അവരെയും കൂടി നമുക്ക് പരിചയപ്പെടാം. അതിൽ നമ്മളുടെ പൊളിറ്റിക്കൽ എഡിറ്ററായിട്ടുള്ള ആർ ശ്രീജിത്താണ്. ആർ ശ്രീജിത്ത് നമുക്കറിയാം, ഞങ്ങൾക്ക് ശ്രീജിത്ത് ഏട്ടൻ എന്നാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞൊരു 10-25 വർഷമായി തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തന ശൈലിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ശ്രീധർ, ഇത് 24-ൽ വന്നിട്ട് എങ്ങനെയുണ്ട്? കാരണം കൈരടിയിൽ തുടങ്ങിയതാണ്. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? ഗംഭീരം, നന്നായിരിക്കുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ മാറ്റമുണ്ട്. വളരെ നല്ല ആസ്വാദ്യകരമായ അന്തരീക്ഷം, സുഖം, നന്നായി പോകുന്നു. എന്നാലും ഇതാണ് നമുക്ക് ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. നമ്മുടെ നേഴ്സിംഗ് കൗൺസിൽ ബ്രേക്ക് അതടക്കമുള്ള വലിയ വാർത്തകൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് സമ്മാനിച്ച ആളാണ്. ഉമേഷ്, എങ്ങനെയുണ്ട്? ഈ ഒരു പൊതുവെ ഈ പല ചാനലുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. 24-ലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കൊള്ളാം, വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് വന്നത്. ആ പ്രതീക്ഷയെല്ലാം വളരെ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും ഒരു ടീമായിട്ട് പോകുന്നുണ്ട്. രസമുണ്ട്. ഇവിടെ വലിയ ടീം സ്പിരിറ്റ് ഉണ്ട്. എന്നാൽ ഒന്നിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചങ്ങ് ഇറങ്ങുന്നുണ്ട്. അതുകൊള്ളാം. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സലീം മാലിക്കിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് 2ാം വർഷമൊക്കത്തേക്ക് കടക്കുകയാണ്. സലീമ, നമ്മുടെ ഈ 6ാം വാർഷികമാണ്. എങ്ങനെ പോയി കാര്യങ്ങളൊക്കെ? തർക്കുന്നുണ്ട്. തുടക്കം മുതലുണ്ട്. ആദ്യത്തെ വാർഷികത്തിന് ആദ്യം മുതൽ ഇതിനോടൊപ്പം ഉണ്ട്. ഗംഭീരമായിട്ട് പോകുന്നു, തകർത്ത് പോകുന്നു. പിന്നെ പുതിയ ആളുകളൊക്കെ വന്നു, അതിൻ്റെ സന്തോഷമുണ്ട്. നമ്മുടെ ടീമിലൊക്കെ കൂടുതൽ നല്ല ആളുകൾ വരുന്നതിൻ്റെ സന്തോഷമുണ്ട്. സലീം, ഈ പല പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയും ഒരു പെറ്റാണെന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ തമാശയ്ക്ക് അതൊക്കെ പറയുമെങ്കിൽ കൂടി വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ അടുത്തത് അജീഷാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നാണ് അജീഷ നമ്മളോടൊപ്പം ചേർന്നത്. അജീഷ, 1 വർഷത്തിലേക്ക് അതിൻ്റെ കടക്കുകയാണ്. ബ്യൂറോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ ഉമേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ടീമായിട്ട് നല്ലൊരു സെറ്റ് ടീമാണ്. അടിപൊളിയായിട്ട് പോകുന്നു. ഗംഭീരം 1 വർഷം. നമ്മൾ അതേപോലെ തന്നെ ഈ ഒരുപക്ഷെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്യൂറോയിലും ജോലി ചെയ്ത ഒരാൾ കൂടിയാണ് ജയശങ്കർ. നമ്മുടെ കൊട്ടാരക്കരയിലെ പ്രതിനിധിയാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് കുറച്ച് ദിവസങ്ങളായി ജോലി ചെയ്യുന്നത്. ജയശങ്കർ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഉഷാറാണ്. നല്ലൊരു ചീഫുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ നന്നായി പോകും. എങ്ങനെ മൊത്തത്തിൽ തിരുവനന്തപുരം അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്? കുറച്ചും കൂടി വലിയ വാർത്തകളൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. വരാനുണ്ട്. അതാണ് നമ്മളുടെ ഒരു ടീം. ഇതാണ് നമുക്ക് ബാക്കിയുള്ളവരെ കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറ ടീമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സാരഥികളായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ഈ തിരുവനന്തപുരം ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്താ തിരക്കുള്ളതിനാൽ നമ്മൾ അധികം സമയം ഇതുമായി ബന്ധപ്പെട്ടും എടുക്കുന്നില്ല. ഇതാണ് നമ്മളൊരു ടീം. ആ ടീം കുറച്ചുകൂടി ആളുകളുണ്ട്. അതിൽ ചിലർ ഡെപ്യൂട്ടേഷനിലാണ്, മറ്റ് ചിലർ മറ്റ് പരിപാടികളുമായി ബന്ധപ്പെട്ടും മറ്റ് തിരക്കുകളിലുമാണ്. ഷെഫീദ് റാവുത്തറിനെ കുറിച്ച് പറഞ്ഞില്ല. ഷെഫീദ് അവിവാഹിതൻ, രാഹുൽ സുരേഷിനെ പോലെ കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു. പറയൂ. ഷെഫീദിനെ ഇങ്ങനെ ഇത്ര നാണത്തെ കാണാറില്ല കേട്ടോ നമ്മള്. അതായത് ഈ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ഹഷ്മി ചേട്ടനും പ്രവിതയും ഒക്കെ വീട്ടിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് കല്യാണം കഴിപ്പിക്കണമെന്നാണ്. പക്ഷേ സ്റ്റിൽ ബാച്ചിലറായി തുടരാനാണ് എൻ്റെ ഒരു തീരുമാനം. മാത്രമല്ല ഷെഫീദ് 7ാം കൊല്ലം ആഘോഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ തീരുമാനം എന്നറിയോ? ഈ 24-ൽ പുറനിറഞ്ഞ് നിൽക്കുന്ന മുഴുവൻ പേരെയും കെട്ടിക്കാന്ന്. അല്ലേ? ഇനി ആ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി.